സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് പരമാവധി 6 മിനിറ്റ് 2 മിനിറ്റ് വീതം ശ്രീ വാഴയ്ക്കനും ശ്രീ ഷംസീറിനും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിനും. ആദ്യം ശ്രീ വാഴയ്ക്കൻ. ഇവിടെ പല മുന്നകളുണ്ട്, ഞാൻ വേഗത്തിൽ പറയുകയാണ്. ഒന്ന്, ഈ ലോകായുക്തയുടെ സംഭവം പാറ്റൂർ. ഏക്കാർ പറയുന്നത് ഐക്കൊരാഗ്രഹം ഉദിച്ചു, ജേക്കബ് തോമസ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തും ഈ പാറ്റൂർ റിപ്പോർട്ടോടെ, അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഐക്ക് കിട്ടും, അതിനുവേണ്ടി ജേക്കബ് തോമസിനെ വിജിലൻസിലേക്ക് എത്തിച്ചു എന്ന്. ഒന്ന്. രണ്ട്, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ ചുമ്മാ അങ്ങ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികളൊക്കെ അങ്ങ് വെള്ളപൂശി നളിനി നെറ്റ്വർക്ക് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട റോള് രമേശ് ചെന്നിത്തല വഹിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചുകൊണ്ട്. എന്തിനായിരുന്നു സാർ? ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്നതൊക്കെ വെറും സാങ്കല്പികമായി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ വിജിലൻസിൽ ഇരുന്നിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ശ്രീ വിൻസെൻ്റ് അമ്പോൾ വളരെ കൃത്യമായി സത്യസന്ധതയുള്ളൊരു ഓഫീസറായിരുന്നു. ശങ്കർ റെഡ്ഡിയും. ഈ 2 ഓഫീസർമാരുടെ ഇൻറ്റഗ്രിറ്റി ഒന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരൊക്കെ നല്ല സമചിത്തതയുള്ളവരുമായിരുന്നു, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഇവിടെ ഇതിനകത്തൊക്കെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ തമ്മിലുള്ള ഈഗോകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ പലപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് UDF ഈ ജേക്കബ് തോമസിനെ എന്തോ കാണിച്ചുവെന്ന്. നേരത്തെ ഇപ്പം നിങ്ങൾ ചോദിച്ചത് മറുപടി തന്നെ പറയാം. ജേക്കബ് തോമസിനെ ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ തന്നെയാണ് വിജിലൻസിൽ കൊണ്ടുവന്നതും. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതുപോലൊരു പ്രധാനപ്പെട്ട പോസ്റ്റിങ്ങിലേക്ക് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല, അദ്ദേഹം ഒരിക്കലും വന്നിട്ടില്ല. ശരിയാണ്. പക്ഷേ 6 മാസം കൊണ്ട് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തി തരാം എന്ന ഉടമ്പടി പ്രകാരമായിരുന്നോ ഐ വഴിയുള്ള ഈ സ്ഥാനലബ്ധി? അതൊക്കെ വെറുതെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വെറുതെ ഇവിടെയൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ മൊന പോയതാണ്. ഇതൊക്കെ കുറേ കാലം ഇവിടെയൊക്കെ ആളുകൾ പറഞ്ഞൊരു കാര്യം. അതൊന്നും പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, താങ്കളാണ് അതിൻ്റെ ആളെന്ന്. അതെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ജേക്കബ് തോമസിനെ കുറിച്ച് അദ്ദേഹം ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസറാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല. ശരി ശരി. പക്ഷേ അദ്ദേഹത്തിന് മുൻവിധികളുണ്ട്, യാതൊരു സംശയമില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയാം. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് ഒരു സെക്കൻഡ്, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ശ്രീ ജേക്കബ് തോമസിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് തന്നെ പോകേണ്ട ഒരവസ്ഥ വരെ എത്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് ബോധ്യമുള്ള കാര്യം. അത് കോടിയേരി ബാലകൃഷ്ണൻ. ഷംസീറിലേക്കും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്കും. ശ്രീ ഷംസീർ, ഇവിടെ ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ കൊമ്പ് മുഴക്കുകയാണ് വിജിലൻസ്. അന്വേഷണം വേണം. കാരണം എന്താണ്? സുകേശനെ സമ്മർദ്ദത്തിലാക്കി. സുകേശനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നടപടിയെടുത്തു ശങ്കർ റെഡ്ഡി. ഉണ്ണിരാജയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് ചെയ്തത് ശങ്കർ റെഡ്ഡി. അത് തെറ്റാണോ? ഒറ്റ കാര്യം, അങ്ങനെ തെറ്റാണ് എങ്കിൽ ഇപ്പോൾ തൃശ്ശൂരുള്ള വിജിലൻസിൻ്റെ അഡീഷണൽ ലീഗൽ അഡ്വൈസർ ഒരു PK മുരളീകൃഷ്ണൻ ഉണ്ടല്ലോ. ഈ മുരളീകൃഷ്ണനെതിരെ വിജിലൻസ് DYSP ഫിറോസ് M ഷെഫീഖ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വിജിലൻസ് ഡയറക്ടർക്ക് ശുപാർശ കൊടുത്തല്ലോ. ആ അന്വേഷണം ഇപ്പോൾ നടക്കുകയല്ലേ. അപ്പോൾ ശുപാർശ കിട്ടിയാൽ ജേക്കബ് തോമസ് ആണ് വിജിലൻസ് ഡയറക്ടറെങ്കിൽ നടപടിയെടുക്കാം. ശങ്കർ റെഡ്ഡി എടുത്താൽ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് ഉടനെ തന്നെ കൊമ്പും മുഴക്കി ഹൈക്കോടതിയിലേക്ക് പോകും. ഈ കെ മാണി സാർ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ശങ്കർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിജിലൻസ് ചുമതലപ്പെടുത്തിയപ്പോൾ തന്നെ ചില എലിഗേഷൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആന്ധ്രയിൽ ചില കോൺഗ്രസ് കണക്ഷൻസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യം. ഏതായാലും വിജിലൻസിന് അദ്ദേഹം നിഷേധിക്കാതെ വിജിലൻസിനെ സുകേഷിനെ സമ്മർദ്ദത്തിലാഴ്ത്തി എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾക്കിപ്പോൾ ജേക്കബ് തോമസിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, അഴിമതിക്കാരെ കർശനമായി നേരിടും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു ഭാഗമുണ്ട്, ഹരിപ്പാട്ട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാൻ പോവാണ്. ഇവിടെ ബാബുവിൻ്റെ അന്വേഷണമുണ്ട്. വളരെ കൃത്യമായി അത്തരം കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് അത് മാത്രമല്ല, BJP ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. BJP എന്തോ ഏറ്റവും മഹത്വമുള്ള ഒരു പാർട്ടിയാണ്, അവരിപ്പോൾ കേരളം ഭരിക്കാത്തതുകൊണ്ട് അവർ അഴിമതി നടത്താൻ കേസ് അവർക്കെതിരെ ഇല്ല. പക്ഷെ നിങ്ങൾ കാണേണ്ടത് ശിവരാജ് സിംഗ് ചൗഹാനും അതുപോലെ വസുന്ധരാജ സിന്ധ്യയും സുഷമാ സ്വരാജും തുടരുന്നുണ്ട് അധികാരത്തിൽ. ന ഖായേഗ ന ഖാനാ ദൂഗ, അതായിരുന്നു നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം എന്ന് മുന്നോട്ട് വെച്ച് വന്നവരാണ് അഴിമതിയുടെ ഭാഗമായി ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്നും അപ്പൊ നിങ്ങൾ എന്തോ ഒരു ഞങ്ങൾ വളരെ മാന്യമായ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ ഉണ്ടായ അത്രയും
ആത്മഹത്യകൾ ദുരൂഹ മരണങ്ങൾ എന്തായാലും 34 മരണമാണ്. കഷ്ടി ഒരു മിനിറ്റ് മധ്യപ്രദേശിലെ അഴിമതി, മധ്യപ്രദേശിലെ അഴിമതിക്ക് നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല മധ്യപ്രദേശിലെ കാര്യങ്ങൾ. മധ്യപ്രദേശിലെ വ്യാപകം അവസാനം CBI അന്വേഷണം വന്നത് സുപ്രീം കോടതിയിൽ നിന്ന്. CBI അന്വേഷണം വന്നത് സുപ്രീം കോടതിയിൽ നിന്ന്. അന്ന് അതിനെ എതിർക്കാതിരിക്കാനുള്ള വിശാല മനസ്സ് കാണിച്ചു നിങ്ങളുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി. അവസാനമായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുകയാണ്. ഒരു പക്വത കുറവുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് ഒരു പക്വത കുറവുണ്ടെന്നൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചില രീതികളുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ട്രിവാൻഡ്രം പ്രസ് ക്ലബിൻ്റെ ജേർണലിസം കോഴ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വലിയ കൊടുങ്കാറ്റുകളെയും പേമാരിയൊക്കെ അതിജീവിച്ച ഒരാളാണ് ഞാൻ, ഇതിലൊന്നും ഞാൻ പതറില്ല എന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പുതിയ ആകാശം പുതിയ ഭൂമി, ഇന്നലത്തെ സത്യം ഇന്നത്തെ മിഥ്യ, ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതിനകത്ത് വളരെ രസകരമായ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം പോയാൽ ആരെയാണ് വയ്ക്കുക? DGP പറ്റുള്ള CPM-ന്റെ ഖണ്ഡിതമായ അഭിപ്രായമാണ്. ഋഷിരാജ് സിംഗ് ഒന്നുണ്ട്, പിന്നെ പഴയ സെൻകുമാറാണ്. സെൻകുമാർ ഇപ്പോൾ അവധിയിലാണ്. അല്ല, അവധിയിലാണ്. അദ്ദേഹം ഇവർക്ക് അനഭിമതനാണ്. പിന്നുള്ളത് ഇപ്പോഴത്തെ DGP ആണ്. പിന്നുള്ളത് ശങ്കർ റെഡ്ഡിയാണ്. ഈ ഒരു പ്രതിസന്ധിയും ഈ ഗവൺമെന്റ് നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അവസാനമായിട്ട് പറയാം, ഇതിപ്പം ആക്കാൻ കഴിയില്ല, പക്ഷേ ശ്രീലേഖ ആക്കാം എന്നൊക്കെയുള്ള ഇവിടെ നടന്ന എന്താന്ന് ഒറ്റ കാര്യം, ഇത് 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ നിർത്തും പിണറായി ഗവൺമെന്റ്. കാരണം നമ്മുടെ ഈ നിയമന വിവാദം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ഈ വിവാദം കത്തിച്ചുകൊണ്ടിരിക്കും ഗവൺമെന്റ്. ഒറ്റ വാചകത്തെ മറുപടി പറയാമോ? ജേക്കബ് തോമസ് തുടർന്നും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒഴിയാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ഞാൻ അങ്ങയുടെ ഒരു പ്രവചനം ഫലിച്ചതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ആനുകൂല്യം അങ്ങേക്ക് ശ്രീ വാഴയ്ക്കൻ. ജേക്കബ് തോമസ് തുടരുമോ ഇല്ലയോ? 5 സെക്കൻഡ്. അദ്ദേഹത്തിന് ആത്മാഭിമാനത്തോടെ ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ശരി, വളരെയധികം നന്ദി. ഈ ഗവൺമെന്റിന് കീഴടങ്ങി വേണമെങ്കിൽ ഇരിക്കാൻ കഴിയും. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.